ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡേ ആണ്. കാരണം ഇന്ന് കുഞ്ഞിയുടെ സ്കൂളിലെ സിംഗിൾ ഡാൻസ് കോമ്പറ്റീഷൻ ആട്ടോ. അപ്പോൾ കുഞ്ഞിക്ക് ഇന്ന് സിനിമാറ്റിക് ഡാൻസ് ആണ്. കഴിഞ്ഞ തവണ ക്ലാസിക്കലായിരുന്നു കേട്ടോ, പക്ഷേ അതിന് മോൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അതേപോലെ തന്നെ ക്ലാസിക്കൽസ് കുറവായിരുന്നു, പക്ഷേ ഇത്തവണ സിനിമാറ്റിക് ഇവർക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സിനിമാറ്റിക് ആയതുകൊണ്ട് തന്നെ അത്രയും പെർഫോമൻസും ഉണ്ട്, കുട്ടികളുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ തന്നെ ഇത്തവണ എക്സ്റ്റെൻഡ് ചെയ്ത് അതൊരു 5ാം ക്ലാസ് വരെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് മേക്കപ്പും കൊറിയോഗ്രഫിയും എല്ലാം. വിനീതായിട്ട് ഇതുവരെ എങ്ങനത്തെ കുഞ്ഞിയുടെ സിംഗിൾ പെർഫോമൻസും ഇവിടുത്തെ സ്കൂളിലാക്കിയതിന് ശേഷം അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഞാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കാരണം ഞാൻ തന്നെയാണല്ലോ എല്ലാം പഠിപ്പിച്ച് ഒരുക്കി വിടുന്നത്. അതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റിങ്ങും ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എല്ലാം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും മോക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ 10 മണിക്കും ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു മോക്ക് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്ത് കൊടുത്തു വിടാം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തുനിന്ന് കഴിക്കാം. അതെല്ലാം മാത്രമല്ല, നേരത്തെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് വരേണ്ട പ്രോഗ്രാംസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് മോളെ പതുക്കെ വിളിച്ചുകൊണ്ട് വരും. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. ഇന്ന് കുറച്ച് എളുപ്പപ്പണിക്കേ ഞാൻ ചോറ് കുക്കറിലാട്ടോ വെക്കുന്നത്. അതുകൊണ്ട് രാവിലെ എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. അല്ലെങ്കിൽ തലേദിവസം രാത്രി ഇതേപോലെ ചാക്സുള്ള ചോറ് വെച്ച് തിളപ്പിച്ചിട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടി സമയം കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ ചോറ് വയ്ക്കാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്കിനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ചോറ് വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം കുഞ്ഞിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതിയുള്ളൂ. ഞാൻ വിചാരിച്ച് ഒരു ബനാനയും ഒരു എഗ്ഗും കൂടെ കൊടുക്കാമെന്ന്. അപ്പോൾ അതാകുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതങ്ങ് ആയിക്കോണമല്ലോ. പിന്നെ ഞങ്ങൾക്കുള്ളത് മോളെ സ്കൂളിലാക്കിയിട്ട് അവിടെ നിന്ന് കഴിക്കാമെന്ന് കേട്ടോ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചോറിൻ്റെ കൂടെ ഒരു തോരനും ഒഴിക്കാനും കൂടെ ആക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാവും. ഞാനിപ്പോഴേ ഓരോരോ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ ചിലവരൊക്കെ ഈ രാത്രിയിലത്തെ തലേദിവസം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഓരോരോ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് വെക്കുമല്ലോ. രാവിലെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളതും ഈ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ അതാണ് എളുപ്പവും തോന്നുന്നു കേട്ടോ. എനിക്കിത് രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഒട്ടും സമയം കിട്ടുന്നില്ല. ഞാൻ ഈ തേങ്ങ ചേർക്കുന്നതായാലും മലക്കറി ആയാലും എല്ലാം ഈ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നത്. അതാണ് എനിക്ക് കുറച്ചും കൂടി നല്ലത് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഓരോന്നും പഠിച്ചിരുന്നുകൊണ്ട് മനസ്സിലാവുന്നത് എല്ലാം തലേദിവസം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ തോരത്തിനുള്ള എല്ലാം ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം അതിൻ്റെ അരപ്പെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒന്ന് കടുക് വറുത്ത് വെച്ചിരുന്നാൽ നമുക്ക് അത്രയും കൂടെ സമയം ലാഭിക്കാമല്ലോ. ഞാൻ ചായ ഇട്ട കാര്യം മറന്നുപോയി. പിന്നീട് നോക്കുമ്പോൾ അത് നല്ലപോലെ തണുത്തറിയിട്ടുണ്ടേ. പിന്നെ വീണ്ടും അത് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ കുടിക്കുക എടുത്തത് തന്നെ. രണ്ടുപേർ എണീച്ച് വരുമ്പോൾ അവർക്ക് ഉള്ളത് വീണ്ടും ഇതേപോലെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഇട്ടത്. അപ്പോഴാണ് ഒരു കോളിംഗ് ബെല്ല് അടിച്ചത്. നോക്കുമ്പോൾ അമ്മ ഒരു പാഴ്സലായിട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ട്. പറഞ്ഞു ഇനി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടേ, ഇതിനകത്ത് എല്ലാം ഉണ്ടെന്ന്. ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ചോറും കറിയും തോരനും എല്ലാം ഉണ്ട്. അപ്പോൾ കുഞ്ഞിക്ക് ഉച്ചയ്ക്കത്തുള്ള എല്ലാം ആയിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വെച്ച തോരനും ചോറും എല്ലാം ആയല്ലോ, അതിനൊന്ന് ഒതുക്കി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാമെന്ന്. മോളുടെ ചോറ്റുപാത്രം ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം മോളെ വിളിച്ചുകൊണ്ടെത്തി റെഡിയാക്കണം. അപ്പോൾ ഇതേപോലെ അമ്മ തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തോളം എല്ലാം ആയി. ഇപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമായി കേട്ടോ. കാരണം ഇനി എനിക്ക് തോരനും വെക്കണം, പിന്നെ എന്താ ഒഴിച്ചറി വെക്കണം, മുട്ടയെ പൊരിക്കാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ അതിനുള്ള ഒന്നും വേണ്ടി വന്നില്ല, എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ മോക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് റെഡി ആവണം.
ഇനി രണ്ടാമത്തെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ കുഞ്ഞിയെ കൊണ്ടുപോയില്ല കേട്ടോ. അങ്ങനെ ഒരു അളവ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു കണക്ക് കൂട്ടലായിരുന്നു ഈ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തത് തന്നെ. ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തത് മാത്രമല്ല, ഇത് കിട്ടാനും കുറച്ച് ടഫായിരുന്നു. കാരണം സിനിമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സോങ്ങിനനുസരിച്ചായിരിക്കണമല്ലോ ആ ഒരു കോസ്റ്റ്യൂമും എല്ലാം വരേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ഡ്രസ്സ് ആക്റ്റ് ആകും എന്നുള്ള കാര്യത്തിന് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മോളെ റെഡിയാക്കി വന്നപ്പോൾ അത് കറക്റ്റായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. കറക്റ്റ് സൈസും ആയിരുന്നു, അവൾക്കും അത് ഇഷ്ടപ്പെട്ടു. അതൊരു കംഫർട്ടായിരുന്നു അവൾക്കത്. ഈ കുഞ്ഞുങ്ങൾക്ക് മേക്കപ്പ് ഇടുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തെ കാര്യം, അവരുടെ ഇപ്പോഴത്തെ ഈ സെൻസിറ്റീവ് സ്കിന്നാണ്. ചുമ്മാ ഈ ഓരോരോ പ്രോഡക്റ്റ്സ് ഇട്ട് ഇല്ലാതാക്കുന്നതിനെക്കാട്ടിയും നല്ലത് കുറച്ച് അവർക്ക് എന്താ പറയുക, അവരെ സ്കിന്നിന് ഹാംഫുൾ അല്ലാത്ത പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവൾക്ക് അങ്ങനെ എല്ലാ പ്രോഡക്റ്റ്സും ഒന്നും വാരിയിട്ട് കൊടുക്കത്തേയില്ല. ഒരേ ഒരു ക്രീം മാത്രം ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ പൗഡർ മാത്രം ചെറുതായിട്ടും ടച്ചപ്പ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. എനിക്കും അതാണ് ഇഷ്ടം കേട്ടോ. ചുമ്മാ ഇപ്പോഴും ഓരോരോ ക്രീമൊക്കെ വാരിയിട്ട് ആ ഒരു സ്കിൻ എന്തിനാ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ഇവൾക്ക് ഓരോ തവണ മേക്കപ്പ് ഇടുമ്പോൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ സിമ്പിളായിട്ടുള്ള മേക്കപ്പിൽ ആളെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. വിനീതനും കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് തന്നപ്പോൾ എനിക്കും കുറച്ച് സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഈ ഓരോ രീതിയിൽ എടുക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചില്ല ഇത്രയും നന്നായിട്ട് വരുമെന്ന്. അങ്ങനെ മോള് റെഡിയായി കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു അമ്മ കൊണ്ടുവന്നിട്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചെറിയൊരു പുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൊടുത്തതിന് ശേഷം അച്ഛനും മോള് റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇനി എന്നെ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല, പുറകെ കിടന്ന് വിളിയായിരിക്കും റെഡിയായില്ലേ ലേറ്റ് ആവുന്നു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കൈ കിട്ടിയ സാധനങ്ങളെല്ലാം വാരി എടുത്തിട്ട് ഞാൻ റെഡിയായിട്ട് ഇറങ്ങുകയാണ്. ഇതിനിടയിലാണ് ഹെൽമെറ്റ് എടുത്തില്ല, ID കാർഡ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പുറകെ കിടന്ന് ഓരോരോ വിളികൾ. അതുകൊണ്ട് ഞാൻ രാത്രിയിൽ തന്നെ എല്ലാം എടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ റെഡിയായിട്ട് നേരെ സ്കൂളിൽ പോവാണ്. നമ്മൾ കളിക്കുന്ന സോങ്ങും എന്താണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ തുടരും മൂവിയിൽ ആ ഒരു മുരുകൻ്റെ സോങ്ങാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ കൂടെ നമ്മുടെ കാവടി പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ആദ്യം അത് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഇല്ലാത്തത് കൊണ്ട് അത് അവൾക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ എടുത്ത് വന്നതിൻ്റെ ഈ കോസ്റ്റ്യൂംസ് എല്ലാം എടുത്തുകൊണ്ട് വന്നതിൻ്റെ അന്ന് രാത്രിയിലാണ് ഇവൾക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെ വെക്കണം, ഇതെങ്ങനെ യൂസ് ചെയ്യണം, നമ്മൾ എവിടെയാണ് തുടങ്ങുമ്പം ഇതിൻ്റെ പൊസിഷൻ, എടുക്കുമ്പോഴുള്ള പൊസിഷൻ എന്നെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവൾക്കത് മനസ്സിലായി കേട്ടോ. പിന്നെ അവൾക്കത് കംഫോർട്ടായി അവളത് വെക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അവൾക്ക് സന്തോഷമായി കേട്ടോ. കാരണം ഇത് ഈ ഡ്രസ്സിൻ്റെ കൂടെ കറക്റ്റായിട്ടുള്ള ഒരു കാവടി തന്നെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു മേക്കപ്പും ഈ കാവടി എല്ലാം കൂടെ ആയപ്പോൾ എനിക്കെന്തോ നല്ല അടിപൊളിയായിട്ട് തോന്നി. കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇത് വലിയ കുട്ടികളുടെ പ്രോഗ്രാംസ് കേട്ടോ. 5ാം ക്ലാസ്സിൽ 3, 4, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഫോക്ക് ഡാൻസും ക്ലാസിക്കലൊക്കെ ആയിരുന്നു. ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡായിരുന്നു സിനിമാറ്റിക്. അപ്പോൾ നമ്മുടെ കുഞ്ഞിയുടെ പ്രോഗ്രാം ഇതാ വന്നിട്ടുണ്ട്. കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്.